ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ബോച്ചയുടെ കൊട്ടാരം, ചക്രത്തിന്റെ മുകളിലുള്ള കൊട്ടാരം. കാരവൻ ടൂറിസം എന്നാണ് ഇത് പറയാ. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോ വളരെ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബോച്ചയുടെ കാരവൻ ആണിത്. നമുക്കൊരു ടൂർ പോയാലോ? ലക്ഷറി ആണേ. അപ്പൊ ഇതാണ് ബോച്ചയുടെ കൊട്ടാരം, ചക്രത്തിന്റെ മുകളിലുള്ള കൊട്ടാരം. നമുക്ക് 4 സീറ്റുകളാണ് ഇതിനുള്ളത്. അപ്പൊ ഈ 4 സീറ്റിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇത് ഫുള്ള് ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇരുന്ന് TV ഒക്കെ കാണാം അല്ലേ. ഒരു ടൂർ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് കാണാം. അപ്പൊ ഞാനിതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സ്വിച്ചുകളൊക്കെ തെറ്റിയൊക്കെ അമർത്തുന്നത്. എന്നാലും സാരമില്ല. കണ്ടോ, പുഷ് ബാക്ക് ഒക്കെ താഴെ പോയി നമുക്ക് ഇരിക്കാം. ഓക്കെ, വന്നു കഴിഞ്ഞാല് ദിസ് ഇസ് അവർ കിച്ചൺ. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്വിച്ചസും ഫ്ലക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു മൈക്രോവേവ് ഓവൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നൂഡിൽസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാം. മൈക്രോവേവ് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ ഫ്രിഡ്ജ് ചെയ്യാം. അത്യാവശ്യം എന്താ പറയാ, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചയുടെ മുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ആഹാ, ഒരു മുന്തിരി അടിച്ചു മാറ്റിയാലോ. മുന്തിരി, കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്, ഡ്രിങ്ക്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ഹാൻഡ് വാഷ് ചെയ്യാം. ഇവിടെ നമുക്കൊരു വെന്റിലേഷൻ, നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും സ്റ്റീമറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീം എടുക്കുന്ന ഒരു സംഭവമുണ്ട്. ആൻഡ് ഷെൽവിംഗ് യൂണിറ്റ്സ് ഇവിടെ ഒക്കെ. അപ്പൊ നമ്മളിപ്പോ ബെഡ്റൂമിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ബെഡ് ഉണ്ട്, നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ആൻഡ് വി ഹാവ് എ TV ഓൾസോ. ഇവിടെ നമുക്ക് TV ഉണ്ട്. യെസ്, ആൻഡ് ബീൻ ബാഗ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ എത്തി കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം അല്ലേ. അപ്പൊ ഈ ബീൻ ബാഗ്സ് ഒക്കെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ താഴെയും നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ട് കേട്ടോ. താഴെയും ബെഡ് സ്പേസ് ഉണ്ട്. സോ ആൻഡ് ദിസ് ഇസ് ബെഡ്റൂം. ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ ഹാങ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ദിസ് ഇസ് ടോയ്ലറ്റ്. അപ്പം ഒബിയസ്ലി ടോയ്ലറ്റ് ഇല്ലാതെ എന്ത് ആഘോഷം. അപ്പോൾ നമുക്ക് ഇവിടെ ടോയ്ലറ്റ്, അവിടെ ഒരു വാഷ് ബേസിൻ ആൻഡ് ഷവർ റൂം. ഷവർ റൂം ഇതിന്റെ അകത്തായിരിക്കും. ബാത്റൂം, ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, ഈവൻ എക്സോസ്റ്റ് ഫാൻ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റൈറ്റ്, ഓക്കെ. അപ്പം ഇതാണ് ബോച്ചയുടെ കൊട്ടാരം. ഈ കൊട്ടാരം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. താഴെ കാണുന്ന നമ്പറിൽ നോക്കുക, വിളിക്കുക, ബുക്ക് ചെയ്യുക. അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു കാരവൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ഈ സിനിമ ഷൂട്ടൊക്കെ നടക്കുന്ന സെറ്റുകളിലൊക്കെ പോകുമ്പോൾ നടന്മാർക്കൊക്കെ വലിയ കാരവണൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നോട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കാരവണിൽ കാണുന്നത്. സോ ഫൈനലി ദിസ് ഇസ് ബോച്ചേസ് കാരവൻ ടൂറിസം. അപ്പം ഇത് വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഫുള്ളി എയർ കണ്ടീഷൻ, നല്ല സുഖമാണ് ഇതിനകത്തിരിക്കാനായിട്ട്. അപ്പോൾ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. ടൂറിസത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുന്നു.